ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെഫ് ലിജോ. നമ്മുടെ ചാനൽ വഴി നമ്മൾ അറിയിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഫ്രീ ആയിട്ടുള്ള ജോബ് വേക്കൻസികളാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന വഴി ബെല്ലൈക്കണും അമർത്തുമ്പോൾ നിങ്ങൾക്ക് തന്നെ ആദ്യമായിട്ട് നമ്മൾ വിടുന്ന ജോബ് വേക്കൻസികൾ ആദ്യമായിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ എത്തുകയും നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ നിങ്ങളുടെ റിലേറ്റീവ്സിനൊക്കെ ഉപകാരപ്രദമായിട്ടുള്ള ജോബ് വേക്കൻസികൾ വരുമ്പോൾ നിങ്ങൾക്കൊക്കെ പെട്ടെന്ന് അതിന് അപ്ലൈ ചെയ്യുവാനും അതുവഴി ജോബ് കിട്ടാനുള്ള സാധ്യതകൾ ഒരുപാട് കൂടുതലാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, അപ്പോൾ എനിക്കിന്ന് പറയാനുള്ളൊരു കാര്യമുണ്ട്. അതായത് ഞാൻ ഇപ്രാവശ്യം ഇനിയിപ്പോൾ ലീവിന് നാട്ടിൽ വരുന്ന സമയത്ത് വരാൻ വേണ്ടി ആലോചിക്കുന്നത് ഏകദേശം ഓഗസ്റ്റ് മാസമൊക്കെ കണക്കാക്കുമ്പോഴത്തേക്കും വരാൻ വേണ്ടിയിട്ടാണ്. വന്നു കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കാം. അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, അതായത് അതിൽ ഒരാൾക്ക് ഗൾഫിലേക്ക് കയറി വരാൻ വേണ്ടിയിട്ടുള്ള സഹായം എന്നാൽ കഴിയുന്ന രീതിയിൽ, ഞാനൊക്കെ ഇവിടെ ചെറിയ ശമ്പളത്തിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളാണ്, എന്നിരുന്നാലും വളരെ പാവപ്പെട്ട വീട്ടിലെ ഒരാളുണ്ടെങ്കിൽ അത് എൻ്റെ തന്നെ നിറഞ്ഞൊരു മനസ്സാലെ ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൂടിയിട്ട് ഒരാൾക്ക് കയറി വരാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ CV തരണം, CV ബയോഡാറ്റ തരണം. നിങ്ങൾക്ക് പറ്റുന്ന എന്തെങ്കിലും ഒരു ജോലി ഉണ്ടെങ്കിൽ അത് ജോലി അടക്കം ഞങ്ങൾ റെഡിയാക്കി നിങ്ങളെ കയറി വരാൻ വേണ്ടിയിട്ട് ഒരാളെ ഒക്കെ തന്നെ പറ്റുള്ളൂ. മാക്സിമം എത്ര പേരെ പറ്റുന്ന അറിയില്ല, എന്നിരുന്നാലും അങ്ങനെ നമ്മൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഞാനതിൻ്റെ ശ്രമത്തിലാണ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ അതിന് സഹായിക്കാമെന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ പണ്ടത്തെമാരില്ല, ഒരാളെ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കയ്യിലിപ്പോൾ 1 ലക്ഷം രൂപയുടെ മേലെ നമ്മൾ 1 ലക്ഷം രൂപ നമ്മൾ കയ്യിൽ കാണിക്കണം. അതേപോലെ അത് 4000 ദിർഹംസ് ഇവിടുത്തെ, അത് പിന്നെ നമുക്ക് തിരിച്ച് വീണ്ടും നാട്ടിലേക്ക് വിടാം. പക്ഷേ 30 ചില്ലറ രൂപയാവും, 30,000 ചില്ലറ രൂപയാവും വിസിറ്റ് വിസയ്ക്ക് 2 മാസത്തേന്. പിന്നെ നമ്മുടെ ടിക്കറ്റ് ചാർജ് അത് സീസണൽ ബേസ് ആണ്. അങ്ങനെയൊക്കെ ഇതെല്ലാം നമുക്ക് ചിലവാകും. അപ്പോൾ അതെല്ലാം നമ്മൾ എടുത്തിട്ട് നമ്മൾ 1-2 പേരൊക്കെ പറ്റുന്നത് കൊണ്ടുവരാം. അങ്ങനെ ഞാൻ വിചാരിക്കുന്നുണ്ട്. ഞാൻ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാം, ഞാൻ വരുമ്പോൾ നിങ്ങളെ അറിയിക്കാം. അതേപോലെ തന്നെ തലബാത്തിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ ആ സമയത്ത് ഞാൻ വന്നതിന് ശേഷം നിങ്ങളെ അറിയിക്കാം എന്നാണ് ഞാൻ കരുതിക്കൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാനുണ്ടെങ്കിലും, അതേപോലെ തന്നെ കൂടുതൽ ആൾക്കാർ നേരിട്ട് വന്ന് CV ഒക്കെ തന്നു കഴിഞ്ഞാൽ നമ്മളതിവിടെ കളക്ട് ചെയ്ത് വെക്കുകയും അതുവഴി എന്നെ നേരിട്ട് അറിയിക്കുന്ന ജോബ് വേക്കൻസികൾക്കൊക്കെ നമുക്കത് സെൻഡ് ചെയ്ത് കൊടുക്കാനും അല്ലെങ്കിൽ നിങ്ങളെ എനിക്ക് നേരിട്ട് കോൺടാക്ട് ചെയ്യാനും ഒക്കെ പറ്റുകയും ചെയ്യും. നമ്മൾ ഈ കൂടുതലായിട്ടും വാട്സപ്പ് വഴിയൊക്കെ നമ്മുടെ അടുത്ത് കിട്ടുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഫോണിൽ നിന്നൊക്കെ ഡിലീറ്റ് ആയി പോകാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ്. പക്ഷേ നമ്മൾ ഫയലുകളാക്കി നമ്മുടെ ബയോഡാറ്റ കാര്യങ്ങൾ, CV, നമ്മളെ മറ്റ് ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റുകൾ കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത് വെക്കുകയാണെങ്കിൽ, പേപ്പർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് സൂക്ഷിക്കാനും കൊണ്ടുവരാനും ഒക്കെ ഒരു കുറച്ചും കൂടി എളുപ്പമാണ്. അപ്പോൾ അതിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെയൊക്കെ ഞങ്ങൾ സഹായിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ടീമായിട്ട് ഞങ്ങൾ നോക്കുന്നുണ്ട്. കാരണം ഓരോ വ്യക്തികളും അത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടാണ് ഓരോരുത്തരും എന്നെ നേരിട്ട് മെസ്സേജ് അയക്കുന്നതും, അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കമൻറ്റ് ബോക്സിലൊക്കെ ഇടുന്ന ഓരോ കമൻറ്റുകളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ എല്ലാവരും എന്നെപ്പോലെ തന്നെ, ഞാനും നിങ്ങളെപ്പോലെ തന്നെയാണ് കഷ്ടപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടി തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ വിഷമവും കഷ്ടപ്പാടൊക്കെ മാറ്റാനായിട്ട് നമ്മളെ കൊണ്ട് എന്ത് കഴിയുമെന്നുള്ളതാണ് ഞങ്ങളിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തലബാത്തിൻ്റെ ജോബിൻ്റെ കാര്യം ഞാൻ പറയുകയുണ്ടായി. അപ്പോൾ അതിന് താല്പര്യമുള്ളവരും വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ CVയും കാര്യങ്ങളും, അല്ലെങ്കിൽ നിങ്ങൾ വന്ന് നേരിട്ട് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ അത് ഞാൻ നേരിട്ട് വന്ന് തീർക്കുക. അതേപോലെ തന്നെ അവിടുന്ന് തന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനും ഒക്കെ പറ്റുന്നതാണ്. പിന്നെ ആർക്കെങ്കിലും ഒക്കെ പേടിയുണ്ടെങ്കിലൊക്കെ കയറി വരാനൊക്കെ റെഡി ആയിട്ട് നിൽക്കുന്നവരോ അങ്ങനെയൊക്കെ ഉണ്ടെന്നൊരു പേടിയുണ്ടെങ്കിലൊക്കെ നമുക്ക് ഒരുമിച്ച് ഒരു ഫ്ലൈറ്റിൽ തന്നെ പോരാം. അതായത് ആദ്യമായിട്ട് UAE വരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ഒരുമിച്ച് വരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന് പറയുമ്പോൾ നിങ്ങൾ തന്നെ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കുക. ഞാൻ ഒരു ഫ്ലൈറ്റിലുണ്ടാവും എന്ന് പറയാം, അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഫ്ലൈറ്റിനാണ് എടുത്തത് അതേ ഫ്ലൈറ്റിൽ തന്നെ ഞാനും ടിക്കറ്റ് എടുക്കാം. ഇവിടെ വന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ ഞാൻ ഹെൽപ്പ് ചെയ്യാം. അത് ഒരുപാട് പേരൊന്നും നമുക്ക് പറ്റില്ല. ഏറി വന്നാൽ ചിലപ്പോൾ ഞാൻ അന്ന് എടുക്കുന്ന ഫ്ലൈറ്റിൽ ഇപ്പോൾ ഏറി വന്നാൽ ഒരു 6-7 അല്ലെങ്കിൽ ചിലപ്പോൾ മാക്സിമം ഒരു 10 പേർക്കൊക്കെ ചിലപ്പോൾ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്ത് 10 പേരൊക്കെ പോരാൻ പറ്റുന്നുണ്ടെങ്കിൽ പോരാം. പിന്നെ അതേപോലെ തന്നെ ഫസ്റ്റായിട്ട് ഇവിടെ ആരും ഇല്ല, റിലേറ്റീവ്സ് ഒന്നുമില്ല. അപ്പോൾ ഇവിടെ ഒരു റൂം എടുത്ത് അല്ലെ റൂമിൽ ബെഡ് സ്പേസ് ഒക്കെ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിലൊക്കെ അതിനൊക്കെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സാമ്പത്തികമായിട്ടൊരു കാര്യം ഞാൻ മേടിക്കുന്നതല്ല, അതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട്, അതായത് നിങ്ങളുടെ റൂം ചിലപ്പോൾ ബംഗാളികളുടെ കീഴിലായിരിക്കാം, നാത്തൂർ എന്നാണ് പറയുക. അതായത് നമ്മുടെ റൂമിൻ്റെ മുതലാളി നോക്കാൻ ഏൽപ്പിച്ചിട്ടുള്ള ആളുകളാണ് വാച്ച്മാനായിട്ട്. അപ്പോൾ ആ പുള്ളിയുടെ അടുത്ത് നിങ്ങളാണ് നിങ്ങളുടെ ബെഡ് സ്പേസിൻ്റെ പൈസ കൊടുക്കേണ്ടത്. ചിലപ്പോൾ അങ്ങനെ ഡയറക്റ്റ് ആയിട്ടുണ്ടാവും. അതല്ലാതെ ചില ആളുകളൊക്കെ നമ്മളിവിടെ ഫ്ലാറ്റ് ഫുള്ളായിട്ട് എടുത്തിട്ട് ബെഡ് സ്പേസ് ആക്കിയിട്ട്, അതായത് സിംഗിൾ ബെഡ് സ്പേസുകൾ ആക്കിയിട്ട് നമുക്ക് റെൻറ്റിന് തരുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ തന്നെ നേരിട്ട് പൈസ കൊടുത്താൽ മതി. സാമ്പത്തികപരമായിട്ടുള്ളൊരു കാര്യത്തിന് ഞാൻ നിൽക്കുന്നതല്ല. കാരണം അതൊക്കെ നമ്മൾ വീണ്ടും നമ്മൾക്കതൊരു ബുദ്ധിമുട്ടുണ്ടാകുകയും
അത് വീണ്ടും ഒരു ചീത്തപ്പേര് വരും. നമ്മൾ എത്ര ഹെൽപ്പ് ചെയ്താലും അവസാനം പറഞ്ഞു വരുന്നത് എന്താണ്, ഞങ്ങളുടെ അടുത്ത് നിന്ന് പൈസ മേടിച്ചിട്ടാണ് ചെയ്തതെന്ന് ആരെങ്കിലും ഒരാൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരനായിട്ടുള്ള എൻ്റെ അവസ്ഥ എന്താണെന്ന് ഊഹിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും. നമ്മൾ നല്ലത് വിചാരിച്ച് ചെയ്താൽ അത് ആര് തന്നെ ആയാലും, ചിലപ്പോൾ സ്വന്തം കുടുംബത്തിലുള്ളവർക്ക് തന്നെയാണെങ്കിലും നന്മ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് തിന്മയാണെന്ന് പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷെ നമ്മളതിൻ്റെ പുറകിൽ നമ്മൾ അധ്വാനിച്ച് അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ അങ്ങനത്തെ ഒരു വേക്കൻസി അല്ലെങ്കിൽ അതിനുള്ള ഒരു സാഹചര്യം അവർക്ക് ഒരുക്കി കൊടുത്തതെന്നുള്ളത് ആർക്കും ചിലപ്പോൾ അറിയലുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടി നിങ്ങളുടെ അടുത്ത് പറയുന്നത്, എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ സഹായിക്കാം. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നാട്ടിൽ വരുമ്പോൾ ഞാനൊരു 1-2 ദിവസം കേരളത്തിൽ എവിടെയുള്ള ആൾക്കാർക്കാണെങ്കിലും എന്നെ വന്ന് കാണാനും CV ഒക്കെ തരാനൊക്കെ ഉള്ള ഒരു സാഹചര്യം ഞാൻ ഒരുക്കാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വേറെ ഒന്നും കൊണ്ടുമല്ല, അതിൽ ഏറ്റവും പാവപ്പെട്ടവരായിട്ടുള്ള ആളുകളെ ഞങ്ങൾ നേരിട്ട് കണ്ടെത്തും. ഞാനും എൻ്റെ ഫ്രണ്ട്സും ഉണ്ടാവും, കൂടുതലും ഞാൻ തന്നെ ആയിട്ടായിരിക്കും മുന്നിട്ടിറങ്ങുക. അപ്പോൾ അവരുടെ വീട്ടിൽ ഞാൻ വന്ന് കണ്ടത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. കാരണം 2-3 ആൾക്കാർ പൈസ മുടക്കിയിട്ടാണ് നമ്മൾ ഈ പരിപാടി ഇങ്ങനെ ഒരാളെ 1-2 പേരെ കൊണ്ടുവരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ പൈസ മേടിച്ച് ആരെയും പറ്റിക്കാൻ പാടില്ലല്ലോ. ഞാനതിന് മുന്നിട്ടിറങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല. അതിന് അവർക്കും കൂടി ഞാൻ ഉത്തരം പറയേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കുന്നത് പക്ഷം അവരും കൂടി സമ്മതിച്ചിട്ടുള്ള 1-2 ആളുകളെ പറ്റുമെങ്കിൽ പൂർണ്ണമായിട്ടും ചിലവുകൾ എല്ലാം എടുത്ത് ജോലിയും നമ്മൾ റെഡിയാക്കി തരുന്നതാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ സന്നദ്ധരായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ഞാൻ നാട്ടിൽ വരുമ്പോൾ അറിയിക്കുമ്പോൾ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ, അതായത് എൻ്റെ ജന്മനാടായിട്ടുള്ള പോത്തുകല്ല് പാതാറ് അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാനുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഉണ്ടാക്കിയ, നിങ്ങൾക്ക് കൂടുതൽ ആൾക്കാർക്കും എന്നാണോ ഒഴിവ് എന്നുള്ളത് അതിനനുസരിച്ച് നമുക്കൊരു ദിവസം ഫിക്സ് ചെയ്ത് 1-2 ദിവസം, ഞാൻ അധികം ദിവസമൊന്നും നാട്ടിലുണ്ടാവില്ല, മാക്സിമം പോയാൽ 20 ദിവസത്തേക്ക് ലീവിനെ ഞാൻ വരാറുള്ളൂ, അല്ലെങ്കിൽ 1 മാസത്തെ ലീവിനൊക്കെ. അതിൻ്റെ ഉള്ളിൽ നമുക്ക് 2 ദിവസമൊക്കെ ഫിക്സ് ചെയ്ത് നമുക്ക് കാണാനും അതുവഴി നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി CV ഒക്കെ തന്നു കഴിഞ്ഞാൽ നോർമലി വരുന്ന ജോബ് വേക്കൻസികൾക്കും നിങ്ങൾക്ക് എത്ര എളുപ്പം തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുവാനും അതേപോലെ 1-2 പേരെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ കൊണ്ടുവരികയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇതേപോലുള്ള വീഡിയോസ്, അതേപോലെ തന്നെ ജോബ് വേക്കൻസികൾ, മറ്റ് ഇൻഫർമേഷൻസുകൾ ഇതെല്ലാം തന്നിട്ട് നമുക്ക് മുന്നോട്ട് വീണ്ടും പോവാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഇനിയിപ്പോൾ ഇപ്പോൾ റമദാൻ മാസം കഴിയാറായി. വളരെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒത്തിരി ആഘോഷങ്ങളുടെയും ചെറിയ പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഈ ലോകം മുഴുവൻ ഒരുങ്ങാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ചെറിയ പെരുന്നാൾ ആശംസകൾ. അതേപോലെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഓക്കെ, ബൈ, താങ്ക് യു. നമുക്ക് വീണ്ടും ഇതേപോലെ കാണാം.